നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകളെ നമ്മൾ ഓർക്കണം. മഹാന്മാരായ പണ്ഡിതന്മാരെ വിവരിക്കുകയാണ്. ഇന്ന അർവാഹുൽ മുഅ്മിനീന തഅതി ഫീ കുല്ലി ലൈലത്തിൻ ഇലാ സമാഇ ദുനിയാ. മരിച്ചുപോയ മുഅ്മിനീങ്ങളുടെ ആത്മാക്കൾ എല്ലാ രാത്രികളിലും ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു. വതഖിഫു ബിഹിദാഇ ബുയൂതിഹാ. അവരുടെ ദുനിയാവിൽ അവരെ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന വീട്ടിന്റെ നേരെ വന്ന് അവര് ആകാശത്ത് നിൽക്കുന്നു. വയുനാദി കുല്ലു വാഹിദിൻ മിന്നാ ബിസൗത്തിൻ ഹസീനിൻ അൽഫ മറ. 1000 പ്രാവശ്യം എല്ലാ രാത്രിയിലും മരിച്ചുപോയവരുടെ ആത്മാക്കൾ ശബ്ദത്തോടെ വിളിച്ചു പറയുന്നു, യാ അഹ്ലി, എന്റെ കുടുംബമേ, എന്റെ ഭാര്യ, എന്റെ ഭർത്താവേ, വഖാരിബി, എന്റെ കുടുംബക്കാരെ, വവലദി, എന്റെ സന്താനങ്ങളെ, യാമൻ സകനു ബുയൂതനാ, നമ്മുടെ വീടുകളിൽ താമസിക്കുന്ന മനുഷ്യന്മാരെ, വലബിസൂ സിയാബനാ, നമ്മുടെ വസ്ത്രം ധരിച്ചവരെ, വക്തസമൂ അംബാലനാ, എന്റെ സമ്പത്ത് ഇപ്പോൾ ഉപയോഗിക്കുന്നവരെ, ഹൽ മിൻകും മിൻ അഹദി യദ്കുറുനാ, നിങ്ങളിൽ ആരെങ്കിലും എന്നെ ഓർക്കുന്നുണ്ടോ? മരിച്ചുപോയ ഞങ്ങളെ ഓർക്കുന്നുണ്ടോ? വയതഫക്കറുനാ ഫീ ഗുർബത്തിനാ, ഞങ്ങളുടെ പ്രയാസത്തെ, ഞങ്ങളുടെ ഏകാന്തതയുള്ള ജീവിതത്തെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? വനഹ്നു ഫീ സിജ്നിൻ തവീലിൻ വഹുസ്നിൻ ശദീദ്, ഞങ്ങളൊരു ജയിലിലാണ്, ഞങ്ങൾ ഉരുക്കുകോട്ടയിലാണ്, ഞങ്ങൾ ഖബറുകളിലാണ് ഇപ്പം താമസിക്കുന്നത്. നിങ്ങൾ ഭൂമിയുടെ മീതെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ച വീട്ടിലല്ലേ താമസിക്കുന്നത്? ഞാൻ ഉണ്ടാക്കിയ, ഞാൻ സമ്പാദിച്ച സമ്പത്തല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത്? അതുകൊണ്ട് ഫർഹമൂനാ യർഹമുക്കുമുല്ലാഹ്, നിങ്ങൾ ഞങ്ങളോടൊന്ന് റഹ്മത്ത് കാണിക്കണം, അല്ലാഹ് നിങ്ങൾക്ക് റഹ്മത്ത് കാണിക്കട്ടെ. വലാ തബ്ഖലു അലൈനാ ഖബ്ല അൻ തസീറു മിസ്ലനാ, വലാ തബ്ഖലു അലൈനാ ഖബ്ല അൻ തസീറു മിസ്ലനാ, നമ്മെപ്പോലെ മരിച്ചു പോകുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഞങ്ങളോട് പിശുക്ക് കാണിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ, ഞങ്ങളെ പേരിൽ സ്വതക്ക കൊടുക്കണേ, ഞങ്ങൾക്ക് പരലോകത്ത് ഖബറിൽ ഉപകരിക്കുന്ന അമലുകൾ ചെയ്യണേ. യാ ഇബാദല്ലാഹി ഇന്നൽ ഫദ്ലല്ലദീ ഫീ ഐദീകും കാന ഫീ ഐദീനാ, നിങ്ങളെ കൈവശത്തിലുള്ള ഭൂമിയും വീടും പറമ്പും സമ്പത്തൊക്കെ അത് നമ്മുടെ കൈവശമായിരുന്നല്ലോ. വകുന്നാ ലാ നുൻഫിഖു മിൻഹു ഫീ സബീലില്ലാഹ്, നിങ്ങളെപ്പോലെ ഞങ്ങളും ദുനിയാവിൽ ജീവിച്ചപ്പോ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങൾ ചെലവഴിച്ചില്ലല്ലോ. വഹിസാബുഹു വവബാലുഹു അലൈനാ വൽ മൻഫഅതു ലിഗൈരിനാ, ആ സമ്പത്ത് എങ്ങനെ സമ്പാദിച്ചു എന്നും ആ സമ്പത്ത് ഏത് വഴിയിൽ ചെലവഴിച്ചു എന്നും വിചാരണ ഞങ്ങളോടാണ്. പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കി വെച്ച ആ സമ്പത്തിന്റെ ഉപകാരം ഞങ്ങളല്ലാത്ത നിങ്ങൾക്കാണ്. ഇത് മരിച്ചുപോയവരുടെ ആത്മാക്കൾ എല്ലാ രാത്രികളിലും നമ്മുടെ വീടിന്റെ നേരെ മുകളിൽ വന്ന് 1000 പ്രാവശ്യം വിളിച്ചു പറയുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് പണ്ഡിതന്മാരെ വിവരിക്കുകയാണ്. മുത്തുനബി പറയുന്നു, മൽ മയ്യിതു ഫീ ഖബ്രിഹി ഇല്ലാ കൽ ഗരീഖിൽ മുഗവ്വിസി, ഖബറിലെത്തിയ ഒരു മയ്യത്ത്
സഹായം അഭ്യർത്ഥിച്ച് നിലവിളിക്കുന്ന ഒഴുക്കിൽപ്പെട്ട മനുഷ്യനെ പോലെയാണ്. യന്തളിറു ദഅവതൻ തൽഹഖു മിൻ ഇബ്നിഹി ഔ അഖീഹി ഔ സദീഖിൻ ലഹു. സ്വന്തം മക്കളുടെ ദുആ അവർ പ്രതീക്ഷിക്കുന്നു. സ്വന്തം സഹോദരങ്ങളുടെ ദുആ ഖബറാളി ഖബറിൽ നിന്ന് കാത്തിരിക്കുന്നു. ഔ സദീഖിൻ ലഹു, ഉറ്റ ചങ്ങാതിമാരുടെ കൂട്ടുകാരുടെ ദുആവും പ്രതീക്ഷിച്ച് ഖബറിൽ സ്നേഹികൾ കാത്തിരിക്കുന്നു. ഫൈദാ ലഹിഖതു കാനത് അഹബ്ബ ഇലൈഹി മിനദ് ദുനിയാ വമാ ഫിഹാ. കുടുംബത്തിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, ഉറ്റവരിൽ നിന്ന്, ഉടയവരിൽ നിന്ന് ഖബറാളിക്കൊരു ദുആ ലഭിച്ചാൽ ആ ദുആയിനേക്കാൾ അവർക്ക് വേറെ പ്രിയപ്പെട്ടത് വേറെ ഒന്നുമില്ല. ദുനിയാവും അതിലുള്ള സർവ്വതിനേക്കാളും ഖബറാളിലേക്ക് എത്തിച്ചേരുന്ന ഒരു ദുആ ആണ് ഖബറാളി ഇഷ്ടപ്പെടുന്നതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചുപോയ മുഅ്മിനീങ്ങളെ, ബാപ്പാനെ, ഉമ്മാനെ, കുടുംബക്കാരെ, അയൽവാസികളെ, നാട്ടുകാരെ, ലോകത്തുള്ള മുഅ്മിനീങ്ങളെ, ജീവിച്ചിരിപ്പുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ മറക്കരുത്. റമദാൻ വിട പറയാൻ നേരത്ത് ആ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി വല്ലതും ചെയ്യണം. ഖുർആൻ ഓതണം, അത് ഹദിയ ചെയ്ത് അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മൾ ഖുർആൻ ഖത്മു തീർത്തവരാണ്. ആ ഖത്മിന്റെ സവാബ് നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് നിയത്ത് ചെയ്യാം. അല്ലാഹു നമ്മളുടെ ഖുർആൻ പാരായണത്തിന്റെ ഒക്കെ മിസ്ലു സവാബ് നമ്മളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറുകളിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. വമിനൽ കറമി ളിയാഫത്തുൽ ഇഖ്വാനി ഫീ ശഹ്രി റമളാൻ. റമളാൻ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു വലിയ നല്ല കാര്യമാണ് നമ്മുടെ സഹോദരന്മാരെ വിരുന്നൂട്ടുക എന്നത്, സൽക്കരിക്കുക എന്നത്. എന്നിട്ട് മഹാന്മാര് പറയാണ്, ഈ വിരുന്നിൽ എന്തും പെടും മരിച്ചുപോയ ആളുകളെ വിരുന്നൂറ്റ. അതെങ്ങനെയാണ്? അവർക്ക് വല്ലതും ചെയ്ത് അവർക്ക് വേണ്ടി ദുആയിരക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അസ്ഹാബി ലാ തൻസു അംബാതകും ഫീ ഖുബൂരിഹിം. നിങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകളെ നിങ്ങൾ മറക്കരുത്. ഖാസത്തൻ ഫീ ശഹ്രി റമളാൻ, പ്രത്യേകിച്ച് റമളാൻ മാസത്തിൽ മൺമറഞ്ഞവരെ നിങ്ങൾ ഓർക്കണം. فإن أرواحهم يأتون بيوتهم فينادي كل واحد منهم ألف مرة من الرجال والنساء اعتفوا علينا بدرهم أو برغيف أو بكسرة خبز أو بدعوة أو بقراءة آية أو بكسوة كساكم الله من لباس الجنة. ഭക്ഷണം കൊടുക്കണം നിങ്ങൾ ഞങ്ങളെ പേരിൽ, സമ്പത്ത് കൊടുക്കണം നിങ്ങൾ ഞങ്ങളെ പേരിൽ, വസ്ത്രം വാങ്ങിക്കൊടുക്കണം ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ആയത്തെങ്കിലും നിങ്ങൾ ഓതിയിട്ട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഖബറാളികൾ, മരിച്ചുപോയവരുടെ അർവാഹുകൾ നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് വന്ന് വിളിച്ചു പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളിൽ നിന്ന് മരിച്ചുപോയവരെ ഖബറുകളൊക്കെ സ്വർഗീയ തോപ്പാക്കി കൊടുക്കട്ടെ. വാപ്പമാര് മരിച്ചവരാർക്കായി സദസ്സിലുള്ള 1 2 3 4 5 6 ഞാനടക്ക 7 ഇവിടെ. ശരി, വാപ്പന്മാർക്ക് ദുആ കിട്ടിക്കോട്ടെ ചങ്ങായിമാരെ. അല്ലാഹു നമ്മുടെയൊക്കെ ബാപ്പമാരെ ഖബറുകളിലേക്ക് ഈ മജ്ലിസിന്റെ സവാബ് എത്തിച്ചു കൊടുക്കട്ടെ. അവരെ ഈ ബാപ്പമാരെയൊക്കെ ഖബറുകൾ അല്ലാഹു സ്വർഗീയ തോപ്പുകളാക്കി കൊടുക്കട്ടെ. ഉമ്മമാരൊക്കെയാണ് ഉണ്ടാവുക, ഉമ്മമാര് മരിച്ചുപോയവർ. ഇവരെയൊക്കെ ഉമ്മമാരെ ഖബറുകൾ അല്ലാഹു ഈ രാത്രിയിൽ ഖുർആനിന്റെ നൂറ് കൊണ്ട് അല്ലാഹു പ്രകാശമാക്കി കൊടുക്കട്ടെ. ഞാൻ ഇന്നലെ ചാലിയത്തുനിന്ന് 1.5 മണിക്കൂർ സമയം ചാലിയം വലിയ ജുമാഅത്ത് പള്ളിയിൽ വെച്ച് പ്രസംഗിച്ചു. ഖബറിനെ കുറിച്ചാണ് പറഞ്ഞത്, മരണത്തെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലാഹ്, നമ്മൾ എത്ര കാലായി ജീവിക്കുന്നു,
ഖബർ എന്താണെന്നൊന്ന് ആലോചിക്കാൻ നമുക്ക് ഇതുവരെ സമയം കിട്ടിയില്ല. നമ്മൾ പോകുന്ന ഖബർ, ആ ഖബർ ചിന്തിക്കാൻ നമുക്ക് നേരം കിട്ടിയിട്ടില്ല. നേരം കിട്ടും എപ്പോ? എല്ലാ തിരക്കും മാറും എപ്പോ? മയ്യത്ത് കട്ടിൽ കൊണ്ടുവന്ന് നമ്മളെ വീട്ടുമുറ്റത്തിങ്ങനെ നമ്മളെ കൊണ്ടുപോകാൻ മയ്യത്ത് കട്ടിൽ കാത്തു നിൽക്കുമ്പോ നമുക്ക് സമയം കിട്ടും. അപ്പൊ സമയം കിട്ടും. അല്ലാഹു നമ്മുടെ മൗത്ത് നന്നാക്കി തരട്ടെ. അല്ലാഹുവേ, അവസാനം ഈമാനോടുകൂടി കലിമ ചൊല്ലി പിരിയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഏതൊരു മനുഷ്യൻ മരിച്ചാലും ആ മനുഷ്യന്റെ ആത്മാവ്, ആ ആത്മാവിനെ അവൻ നല്ല മനുഷ്യനാണെങ്കിൽ മലക്കിനോട് അല്ലാഹ് പറയുന്നു, കൊണ്ടുപോവണം, സ്വർഗത്തിലുള്ള അവന്റെ ഇരിപ്പിടം കാണിച്ചു കൊടുക്കണം. എന്നിട്ട് ആ ആത്മാവിനെ ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് തന്നെ കൊണ്ടുപോയി വെക്കണം. നമ്മളൊക്കെ മരിച്ചാൽ നമ്മുടെ മയ്യത്ത് ഇങ്ങനെ കുളിപ്പിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ആത്മാവ്, നമ്മളുടെ ആത്മാവ് നല്ല ആത്മാവാണെങ്കിൽ, സംസ്കരണം നേടിയ ആത്മാവാണെങ്കിൽ, ഈമാനിന്റെ തെളിച്ചവും വെളിച്ചവും നേടിയ ആത്മാവാണെങ്കിൽ ആ ആത്മാവിനെ മലക്ക് കൊണ്ടുപോവാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം സ്വർഗലോകത്ത് കാണിച്ചു കൊടുക്കുകയാണ്. മനുഷ്യ, നിനക്കുള്ള വാസസ്ഥലം ഇതാണ്, നിനക്കുള്ള വീട് ഇതാണ്, നിന്റെ പാർപ്പിടം ഇതാണ്, ഇതാണ് നിനക്ക് അള്ളാഹു ഒരുക്കിയിരിക്കുന്ന സീറ്റ് മോനെ. സുബ്ഹാനല്ലാഹ്, സ്വർഗം കാണുമ്പോ ആ ആത്മാവ് ആശിക്കുകയാണ്, ഇനി എന്തിനാണ് ഞാൻ നേരം വൈകുന്നത്? എന്തിനാണ് എന്റെ കുടുംബക്കാരെ എന്നെ ഖബറിൽ കൊണ്ടുപോയി മറമാടാതെ ഭൂലോകത്ത് എന്റെ മയ്യത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്? ആ ആത്മാവിനെയുമായി മലക്ക് തിരിച്ചു വരുന്നു. ആ ആത്മാവിന്റെ ശരീരത്തെ കുളിപ്പിച്ച് കഫൻ ചെയ്യുമ്പോ ആത്മാവിനെയുമായി മലക്ക് തിരിച്ചു വന്നുപോയി. ആ മനുഷ്യന്റെ ശരീരത്തിന്റെയും കഫംപുടയുടെയും ഇടയിൽ ആ ആത്മാവിനെ മലക്ക് വെച്ചു കൊടുക്കുന്നു. അതാ കഫൻ ചെയ്ത് കഴിഞ്ഞ് മയ്യത്തുകട്ടിലയിലേക്ക് എടുത്തു വെച്ചാൽ ആ ആത്മാവ് മയ്യത്ത് കട്ടിലയിൽ നിന്ന്, മയ്യത്തിന്റെ ശരീരത്തിന്റെ മുകളിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ പെട്ടെന്ന് കൊണ്ടുപോകണേ. ഗൾഫിലുള്ള ഭർത്താവ് വരാൻ കാത്തിരിക്കണ്ട, ഗൾഫുകാരനായ മകൻ വരാൻ വെയിറ്റ് ചെയ്യണ്ട, ഒട്ടും താമസിക്കണ്ട, എന്നെ പെട്ടെന്ന് കൊണ്ടുപോയി മറവ് ചെയ്യൂ. സ്വർഗം കണ്ടുവന്ന ആത്മാവ് വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഈ രാത്രിയുടെ ബറക്കത്ത് കൊണ്ട് ചേർത്തി തരണേ അല്ലാഹ്. ദുഷിച്ച മനുഷ്യനാണെങ്കിൽ അവന്റെ ആത്മാവിനെ മലക്ക് അതാ കൊണ്ടുപോകുന്നു, നരകത്തിലുള്ള അവന്റെ സീറ്റ് കാണിച്ചു കൊടുക്കുന്നു. ആ ആത്മാവിനെയുമായി മലക്ക് തിരിച്ചു വരുന്നു. സുബ്ഹാനല്ലാഹ്, മയ്യത്തുകട്ടിലയിലേക്ക് എടുക്കപ്പെട്ടാൽ ഇലാ ഐന തദ്ഹബൂൻ, നിങ്ങൾ എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്? കുറച്ചു സമയവും കൂടി എന്നെ ഈ ഭൂമിയിൽ താമസിപ്പിക്കൂ എന്ന് ആ ആത്മാവ് വിളിച്ചു പറയുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങളെ ഈ രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുത്തരുതേ റഹ്മാനേ.